കർക്കിടകത്തിലെ ഏറ്റവും വലിയ പുണ്യം നാലമ്പല ദർശനമാണ്. രാമായണം കേട്ടുണരുന്ന പ്രഭാതത്തിൻ്റെ വിശുദ്ധിയിൽ ശ്രീരാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർക്കായി സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ തൊഴുത് പ്രാർത്ഥിക്കുന്നത് കേരളത്തിൻ്റെ മാറ്റമില്ലാത്ത കർക്കിടാചാരങ്ങളിൽ ഒന്നാണ്. നാലമ്പല ദർശനത്തിന് രാമായണത്തിൻ്റെ ഒരു പൂർണ്ണ വായനയോളം തുല്യതയാണ് കൽപ്പിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലായി നാലമ്പല ക്ഷേത്രങ്ങളുണ്ട്. മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം, മേമ്മൂറി ഭരതസ്വാമി ക്ഷേത്രം, മൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം, മാമലശ്ശേരി ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് എറണാകുളം ജില്ലയിലെ നാലമ്പലങ്ങൾ. ഈ ക്ഷേത്രങ്ങളെക്കുറിച്ചും അവയുടെ ഐതിഹ്യം, വിശ്വാസങ്ങൾ, ദർശനം തുടങ്ങിയവയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ. എറണാകുളം ജില്ലയിലെ നാലമ്പല ദർശനം ആരംഭിക്കുന്നത് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നുമാണ്. പേര് പോലെ തന്നെ രാമനായി സമർപ്പിച്ചിരിക്കുന്ന മാമലശ്ശേരി ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് വിശ്വാസം. രാമായണ കഥകളുമായി ചേർന്ന് നിൽക്കുന്ന ഈ പ്രദേശത്ത് വെച്ചാണ് സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകുവാനായി വന്ന രാവണന്റെ മാതുലൻ മാരീചന് മോക്ഷം ലഭിച്ചതത്രേ. രാവണന്റെ നിർദ്ദേശപ്രകാരം സീതയെ മോഹിപ്പിച്ച് ലക്ഷ്മണരേഖയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ അഴകേറിയ സ്വർണ്ണമാൻ രൂപത്തിൽ വന്ന മാരീചന്റെ കഥ നമുക്കറിയാം. സീതയുടെ ആവശ്യപ്രകാരം മാനിനെ പിടിക്കുവാൻ പോയ ശ്രീരാമനെ മാൻ ഏറെ ദൂരം ഓടിച്ചുവത്രേ. ആ സ്ഥലം മാനാടി എന്ന് ഇവിടെ അറിയപ്പെടുന്നു. മാനിന്റെ പിന്നാലെ പോയ രാമൻ യഥാർത്ഥത്തിൽ ആ മാൻ ആരാണെന്നും അതിൻ്റെ ഉദ്ദേശവും മനസ്സിലാക്കിയതോടെ മാനിന് നേരെ അമ്പെയ്യുകയും അതിൽ മാൻ മലച്ചു വീണ ഇടം മാൻമലശ്ശേരി എന്നും പിന്നീടത് മാമലശ്ശേരിയായി മാറിയത്രേ. മാനിൻ്റെ മേൽഭാഗം വീണിടം മേമുറി എന്നും കീഴ്ഭാഗം വീണിടം കീഴ്മുറി എന്നും അറിയപ്പെടുന്നു. ഈ ഐതിഹ്യത്തെ സാധൂകരിക്കുന്ന രണ്ടിടങ്ങളും മാമലശ്ശേരിക്ക് സമീപം കാണാം. ജോലി തടസ്സം മാറുവാൻ രാമന് ഗദാസമർപ്പണവും വിദേശയാത്ര തടസ്സം മാറുവാൻ ഹനുമാന് ഗദാസമർപ്പണവും നടത്തുന്ന ഒരു രീതിയും ഇവിടെയുണ്ട്. സാധാരണ ദിവസങ്ങളിൽ നട തുറക്കുന്ന സമയം രാവിലെ 5:30 മുതൽ 10 വരെയും വൈകിട്ട് 5:30 മുതൽ 7 വരെയുമാണ്. കർക്കിടക മാസത്തിൽ പുലർച്ചെ 4 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ച കഴിഞ്ഞ് 4 മുതൽ രാത്രി 8 മണി വരെയുമാണ് ഇവിടെ നട തുറക്കുന്ന സമയം. എറണാകുളം നാലമ്പല ദർശനത്തിലെ രണ്ടാമത്തെ ക്ഷേത്രമാണ് മാമലശ്ശേരി ക്ഷേത്രത്തിൽ നിന്നും 4 കിലോമീറ്റർ മാറിയുള്ള മേമ്മൂറി ഭരതസ്വാമി ക്ഷേത്രം. വനവാസത്തിന് പോയ ജ്യേഷ്ഠന്മാരായ രാമനെയും ലക്ഷ്മണനെയും അന്വേഷിച്ചെത്തിയ ഭരതനും ശത്രുഘ്നുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. വരുന്ന വഴിയിൽ ഇവർ വലിയൊരു കാടിനുള്ളിൽ പെട്ടുപോവുകയും വഴിതെറ്റി മറ്റെവിടേക്കോ പോവുകയും ചെയ്തു. അങ്ങനെ പോയ ഭരതൻ യാത്രയിൽ വിശ്രമിച്ച സ്ഥലത്തെ ആളുകൾ അദ്ദേഹത്തെ രാജാവായി തങ്ങളുടെ നാട്ടിൽ വാഴിക്കുകയും ചെയ്തു അത്രേ. ഭരതപ്പള്ളി എന്നാണ് ഈ നാടിൻ്റെ പേര്. ഇവിടുത്തെ ക്ഷേത്രത്തിൽ ശിലാവിഗ്രഹത്തിലാണ് ഭരതപ്രതിഷ്ഠയുള്ളത്. സാധാരണ ദിവസങ്ങളിൽ പുലർച്ചെ 5:30 മുതൽ 9 വരെയും വൈകിട്ട് 5:30 മുതൽ 7 മണി വരെയും നട തുറക്കും. കർക്കിടക മാസത്തിൽ രാവിലെ 5:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 5 മുതൽ 8 മണി വരെയും നട തുറക്കും. കർക്കിട ഔഷധ സേവ, പാൽപ്പായസം, കൂട്ടുപായസം, നെയ്വിളക്ക്, കദളിപ്പഴ നിവേദ്യം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. ലക്ഷ്മണനായി സമർപ്പിച്ചിരിക്കുന്ന മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രമാണ് നാലമ്പല ദർശനത്തിലെ മൂന്നാമത്തെ ഇടം. ഭരതക്ഷേത്രത്തിൽ നിന്നും 12 കിലോമീറ്റർ ദൂരെയാണ് ഈ ക്ഷേത്രമുള്ളത്. നേരിട്ടുള്ള പ്രതിഷ്ഠയല്ല ഇവിടെ നടത്തിയിട്ടുള്ളത്. പകരം ചാലക്കുടി പുഴയ്ക്ക് സമീപമുള്ള ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്നും ലക്ഷ്മണസ്വാമി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീബലി ബിംബത്തിൽ എഴുന്നള്ളി പ്രതിഷ്ഠിതമായ സ്ഥലമാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കരിമലക്കാട്ട് മൂസത് എന്ന പ്രദേശത്തെ കടുത്ത ലക്ഷ്മണ ഉപാസകന്റെ ഭവനത്തിലാണ് ലക്ഷ്മണൻ ശ്രീബലി ബിംബത്തിൽ വന്നതെന്നും ആ സ്ഥലത്ത് പിന്നീട് ഇന്ന് കാണുന്ന രൂപത്തിൽ ക്ഷേത്രം നിർമ്മിക്കുകയായിരുന്നുവെന്നുമാണ് ചരിത്രം പറയുന്നത്. പടിഞ്ഞാറ് ദർശനമായാണ് ചതുര ശ്രീകോവിൽ ലക്ഷ്മണൻ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. എറണാകുളം നാലമ്പല സർക്യൂട്ടിലെ അവസാന ക്ഷേത്രമാണ് മാമലശ്ശേരി നെടുങ്ങാട്ട് ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം. മുളക്കുളം ലക്ഷ്മണ ക്ഷേത്രത്തിൽ നിന്നും 7.5 കിലോമീറ്റർ ദൂരെയാണ് ശത്രുഘ്ന ക്ഷേത്രമുള്ളത്. നേരത്തെ വനവാസക്കാലത്ത് സഹോദരനെ അന്വേഷിച്ചു വന്ന ഭരതനും ശത്രുഘ്നും വഴിതെറ്റിയ ഐതിഹ്യത്തിൻ്റെ ബാക്കിയാണ് ശത്രുഘ്നസ്വാമി ക്ഷേത്രം. വഴിതെറ്റിപ്പോയ ശത്രുഘ്നൻ എത്തിച്ചേർന്ന പ്രദേശത്തുള്ളവർ നെടുങ്കാട്ട് തേവർ എന്ന് വിളിച്ച് ആരാധിച്ചു അത്രേ. ഇത് പിന്നീട് നെടുങ്കാട്ട് തേവരായി മാറിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കാലങ്ങളോളം ഈ ക്ഷേത്രം വളരെ ശോചനീയാവസ്ഥയിലായിരുന്നു. ശിലാവിഗ്രഹത്തിലാണ് ഇവിടെ ശത്രുഘ്ന പ്രതിഷ്ഠയുള്ളത്. കർക്കിടക മാസത്തിൽ രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 5 മുതൽ 8 മണി വരെയും നട തുറക്കും. എല്ലാ തിരുവോണ നാളിലും ക്ഷേത്രത്തിൽ പൂജയും പ്രസാദമൂട്ടും ഉണ്ടായിരിക്കും. ശ്രീചക്ര സമർപ്പണം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ്. ശത്രുഘ്നൻ ക്ഷേത്രത്തിൽ നിന്നും മാമലശ്ശേരി ശ്രീരാമക്ഷേത്രത്തിൽ വീണ്ടും എത്തി രാമദർശനം നടത്തിയാൽ മാത്രമേ നാലമ്പല ദർശനം പൂർത്തിയാകൂ എന്നാണ് ഇവിടുത്തെ വിശ്വാസം.